കരിവാളിപ്പ് പോകാനായിട്ട് റോസ് വാട്ടർ വെച്ച് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള 2 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ചെറിയൊരു കോട്ടൺ ബൗൾ എടുക്കാം കേട്ടോ. ഇതേപോലെ കോട്ടൺ ബോൾ എടുക്കാം. അപ്പൊ ആ കോട്ടൺ ബോൾ ഒന്ന് റോസ് വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഒന്ന് റബ്ബ് ചെയ്തും കൊടുക്കാം കേട്ടോ. ഫേസ് ഫുള്ളായിട്ട് റബ്ബ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഫേസ് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ട് റോസ് വാട്ടർ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഡെയിലി എന്തായാലും ചെയ്യണം കേട്ടോ. നൈറ്റിൽ ചെയ്താൽ മതി. നൈറ്റിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് കേട്ടോ. അപ്പോൾ നൈറ്റിൽ ഇതേപോലെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കോട്ടൺ ബോൾ ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് കേട്ടോ. നമ്മളിത് ഒരു 3 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ഇത് രാത്രി ചെയ്തിട്ട് മോർണിംഗ് നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. നല്ല എഫക്റ്റീവ് ആണ്. ഇതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് റോസ് വാട്ടർ എടുക്കുക. അതിലേക്ക് തൈരാണ് കേട്ടോ. നല്ല അത്യാവശ്യം പുളിയുള്ള തൈര് ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ആക്കിയിട്ട് അതൊരു പാക്ക് പോലെ ടാൻ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതാണ് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 ഡ്രോപ്സ് റോസ് വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, മിക്സ് ആക്കി കൊടുക്കാം. കൂടുതലായിട്ട് എവിടെയാണ് ടാൻ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ ഇവിടെയും ഈ ഒരു സൈഡിലായിട്ടാണ് കൂടുതൽ. അപ്പോൾ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇതൊരു ലിക്വിഡ് ഫോം ആയിരിക്കും. നമുക്ക് ടാഗിലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ടാൻ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ചിലവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയും എല്ലായിടത്തും ഇപ്പോൾ കൈകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. കയ്യിലും എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. 50 minutes നമുക്ക് ഫേസിലൊന്ന് വിട്ടിട്ട് നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു റോസ് വാട്ടർ മാത്രം അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും അത് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കരിവാളിപ്പ് പോകാൻ മാത്രമല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ, കറുത്ത പാടുകൾ, പിന്നെ പിഗ്മെന്റേഷനൊക്കെ ഉണ്ടെങ്കിലും അത് കുറയാനായിട്ടും റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ റോസ് വാട്ടറിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതുപോലെ ഒന്ന് കണ്ടു നോക്കട്ടെ. നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് കേട്ടോ. സോ അപ്പൊ ഇത് നമുക്കൊന്ന് 50 minutesന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. ഇത് ഇപ്പോൾ കൂടുതലുള്ളവർ ഇപ്പം അധികം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെയിൽ കൊണ്ടിട്ടുള്ള ടാനൊക്കെ ആണെങ്കിൽ നമുക്കിത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇപ്പോൾ ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്താൽ മതി. അതല്ല കുറേ നാളത്തെ ടാനൊക്കെ ഉണ്ടാവൂലേ, എന്ത് ചെയ്തിട്ട് മറത്ത്, അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട്. അപ്പൊ ഈ ഒരു 2 ടിപ്പും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണ്ട. ഇപ്പൊ രാവിലെ ഞാൻ ഈ പറഞ്ഞ തൈരും റോസ് വാട്ടറും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു പാക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് രാവിലെ അപ്ലൈ ചെയ്തിട്ടൊന്ന് യൂസ് ചെയ്യാം. അതിനുശേഷം വൈകിട്ട് ഉറങ്ങുന്നതിന് മുന്നേ നമുക്കൊന്ന് റോസ് വാട്ടർ ഉപയോഗിച്ച് ഒന്ന് ഫേസ് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് മോർണിംഗിൽ ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരാഴ്ച ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും. ടാൻ നന്നായിട്ട് തന്നെ, കരിവാളിപ്പ് നന്നായിട്ട് തന്നെ കുറയുന്നതായിരിക്കും കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എല്ലാം തന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.